ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീടിനുള്ളിൽ വെക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഇൻഡോർ പ്ലാന്റ് ക്രാഫ്റ്റ് ആണ്. നമ്മുടെ വീടിൻ്റെ അകത്തളം ഒന്ന് മാറ്റിയെടുക്കാൻ ഒരു ചെറിയ ചെടി മതിയാവും. പക്ഷേ അത് എപ്പോഴും വാടിപ്പോകാത്ത ഒന്നാണെങ്കിലോ? ഒരു രൂപ പോലും ചിലവില്ലാതെ ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു അലോവേര ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് ആദ്യം വേണ്ടത് ഇതുപോലുള്ള ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം 6 സെന്റിമീറ്റർ വീതിയും 16 സെന്റിമീറ്റർ നീളവും ഇതുപോലെ അടയാളപ്പെടുത്തി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കിയെടുത്ത് ഒരു ലീഫിൻ്റെ ആകൃതിയിൽ നമുക്ക് വരച്ചെടുക്കാം. പിന്നീട് കട്ട് ചെയ്തെടുത്ത ആ ലീഫ് ഉപയോഗിച്ച് വീണ്ടും അതിൻ്റെ മുകളിലൂടെ വരച്ചെടുത്ത് ഒന്നുകൂടെ ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരേ അളവിലുള്ള 2 ലീഫുകളാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെയാണ്. ഇനി നമുക്ക് അതുപോലെ മറ്റൊന്നും കൂടി ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ലീഫിൻ്റെ ആകൃതി ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേ അളവിൽ തന്നെ മറ്റൊന്നും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലീഫുകൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ലീഫിൻ്റെ ഈ 2 അരികുവശത്തിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കറ്റാർവാഴയുടെ തണ്ടിന് ഒരു മുള്ള് ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് മുകൾ വരെ കട്ട് ചെയ്തെടുക്കാം. ഇനി തിരിച്ച് പിടിച്ച് നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അലോവേരയുടെ തണ്ട് പോലെ തോന്നുന്നില്ലേ? ഇനി നമുക്ക് ഇതിലും കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇങ്ങനെ ധാരാളം ചെയ്തെടുത്തതിന് ശേഷം ഇതിന് നമുക്ക് പെയിൻ്റ് അടിക്കാം. ഗ്രീൻ കളറിലേക്ക് യെല്ലോ മിക്സ് ചെയ്താണ് കേട്ടോ ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ കളറിലാണ് ഗ്രീനിലേക്ക് കുറച്ച് യെല്ലോ മിക്സ് ചെയ്താൽ കിട്ടുക. ഇത് എല്ലാ സ്ഥലത്തും നന്നായി പെയിൻറ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ലീഫും നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള പഞ്ഞിയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു സ്പോഞ്ച് നമുക്ക് കുഞ്ഞുങ്ങളുടെ ബെഡിലും അതുപോലെ തലയിണ കവറിലും എല്ലാം കാണാൻ സാധിക്കും. ഞാനിത് എൻ്റെ മോൻ ചെറിയ കുഞ്ഞായപ്പോൾ ഉണ്ടായിരുന്ന ബെഡിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ സ്പോഞ്ച് നമുക്ക് ഇതുപോലെ ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഒരു ഈർക്കിളോ അതല്ലെങ്കിൽ ബ്രഷിൻ്റെ അടിഭാഗം ഉപയോഗിച്ച് ഇതുപോലെ കുത്തി കൊടുത്ത് അതിലേക്ക് കയറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ ലീഫും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ വൈറ്റ് കളർ ഉപയോഗിച്ച് ഇതുപോലെ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി മുഴുവനായിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം.
അതിനുശേഷം ഇതുപോലെ ഒരു കമ്പി ഉപയോഗിച്ച് അതിന് മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തിയാൽ അതവിടെ ഫിക്സ് ആവും. എല്ലാ ലീഫും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ചട്ടയെടുക്കാം. ഇത് നോട്ട്ബുക്കിൻ്റെ ചട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം കാർഡ്ബോർഡ് ചട്ടയും ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ചെടിച്ചട്ടി വേണം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഐസ്ക്രീമിൻ്റെ ബോക്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് നല്ല സുഖമായി കളർ ചെയ്തെടുത്താൽ അടിപൊളി ചെടിച്ചട്ടിയായി കിട്ടും. ബ്ലാക്ക് കളറാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി പെയിൻറ് ചെയ്തെടുത്തതിന് ശേഷം ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് ഈ ലീഫുകളെല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. എല്ലാ ലീഫും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, എല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെടിച്ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായി വൈറ്റ് കല്ലും ബ്ലാക്ക് കല്ലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പകരം വീട്ടിൽ മാലമുത്തുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. കണ്ടില്ലേ, ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? വെറും മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ലുക്ക് മാറ്റാൻ പറ്റിയ മനോഹരമായ ഒരു അലോവേര ക്രാഫ്റ്റ് ആണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.